നമസ്കാരം. ബാഹുബലി പോർട്ടാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അത്രയും ബൃഹത്താവണം. സെലിംഗമിട്ടറി ആരംഭിക്കുന്നു. നമ്മുടെ തുറമുഖത്തിന്റെ പ്രവർത്തനം തുടങ്ങിയ നാളുകളിൽ, അതായത് കഴിഞ്ഞ ജൂലൈ മാസം നമ്മുടെ സാൻ ഫെർണാണ്ടോ വന്ന സമയത്ത് ഒരിക്കൽ ഞാൻ പോർട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെയുള്ള മാസ്റ്റർ, പോർട്ടിന്റെ ക്യാപ്റ്റൻ, അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഇടവന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ദിസ് ഇസ് ബാഹുബലി പോർട്ട്. അദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ്, ദിസ് ഇസ് ബാഹുബലി പോർട്ട് ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് സച്ച് സിമിലർ സൈസ് വെസൽസ്. ബാഹുബലി പോലെ വലിപ്പമുള്ള ഒരു പോർട്ടിൽ അത്തരം വലിപ്പമുള്ള കപ്പലുകളാണ് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കേണ്ടത്. അന്നേരം ഇന്നത്തെ ജെയ്റ്റ് സർവീസ് വെസലുകളൊന്നും വന്നില്ല. എന്നാലും അദ്ദേഹം ഇങ്ങനെയാണ് നമ്മുടെ തുറമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇതുപോലെ വലിയ സാധ്യതകളുള്ള തുറമുഖം, ഇത്രയും വലിയ അപാരമായ സാധ്യതകൾ തരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഉയരണം. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാവനകളും അതുപോലെ ഉയർന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിനനുഗുണമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ വരുന്നത്. നമ്മൾ ഇന്നലെ വരെ ചിന്തിക്കാത്ത നമ്മുടെ തുറമുഖം ഇന്ത്യയുടെ മാത്രമല്ല ഏഷ്യൻ ഗേറ്റ് വേ ആയി മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇന്ത്യൻ ഓഷ്യൻ റിംഗ് നേഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള സപ്ലൈ ചെയിനിന്റെ പ്രധാന കണ്ണിയാണ് നമ്മുടെ തുറമുഖം. അതുകൊണ്ട് തന്നെ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ സാഗൂതം ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കണം. ഇവിടെ അമേരിക്കയും ഇന്ത്യയുമായിട്ട് നടക്കുന്ന ചർച്ച നമ്മൾ ഇത്രയും നാളും അതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. പക്ഷെ ഇനി മുതൽ അത് ശ്രദ്ധിച്ചേ പറ്റൂ. ന്യൂഡൽഹി ഈസ് ഓൾസോ കൺസിഡറിംഗ് വാഷിംഗ്ടൺസ് ഡിമാൻഡ്സ് ഫോർ ഈസിംഗ് കസ്റ്റംസ് ക്ലിയറൻസസ് ആൻഡ് സർട്ടിഫിക്കേഷൻ പ്രോസസ് for imports of food and beverages, chemicals and medical devices from America. ഇപ്പോൾ വളരെ ഗൗരവമായിട്ട് ഇന്ത്യയും അമേരിക്കയും ഉഭയകക്ഷി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ പല രാജ്യങ്ങൾക്കും വലിയ നികുതി ചുമത്തിയപ്പോൾ ഇന്ത്യക്ക് താരതമ്യേന കുറഞ്ഞ നികുതി ചുമത്തി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ അമേരിക്കയിലോട്ട് എടുക്കുക, തിരിച്ചതുപോലെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉഭയകക്ഷി നീക്കം നടക്കുമ്പോൾ ഫുഡ് ആൻഡ് ബിവറേജസ്, കെമിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ഇവയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഫുഡ് ആൻഡ് ബിവറേജസ്, കെമിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ഇവയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ, ഒരു റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും. ഇത്രയും നാളും ഡൽഹിയിൽ വന്ന് മുംബൈയിൽ വന്ന് ഇന്ത്യ മുഴുവൻ പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇനി നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് തിരിച്ച് ഇന്ത്യ മുഴുവൻ പോകുന്ന തരത്തിൽ അത്രയും ശക്തമായ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ നയം മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പലർക്കും, അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും ഇന്ത്യയിൽ ഇരിക്കുന്നവർക്കും ചേർന്നുകൊണ്ട് പല കാര്യങ്ങളും ഇനി മുതൽ ആലോചിക്കാവുന്നതാണ്. പ്രേക്ഷകരിൽ പലർക്കും പ്രിയപ്പെട്ട വിഷയമാണ് ബിവറേജസ്. India currently permits beverages with alcohol content up to 8%. 8% വരെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യം ഇപ്പോൾ ഇറക്കുമതി ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. ഇൻ ദ ലോ ആൽക്കഹോൾ ബിവറേജ് കാറ്റഗറി, ഈ കാറ്റഗറിയിൽ പെടുത്തി 8% വരെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ബിവറേജസ് ഇറക്കുമതി ചെയ്യാൻ ഇപ്പോൾ പറ്റും. പക്ഷെ അമേരിക്കയുടെ ആവശ്യം മറ്റൊന്നാണ്. US trade counterparts warned these level to be raised to either 18% or for India to create a separate category for such beverages.
മദ്യത്തിന്റെ കാര്യത്തിൽ 8 എന്നുള്ളത് 18% അതിന്റെ ആൽക്കഹോൾ കണ്ടന്റ് ഉയർത്തുന്ന മദ്യത്തിന് പെർമിഷൻ നൽകണം. അതല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം, ക്രിയേറ്റ് എ സെപ്പറേറ്റ് കാറ്റഗറി ഫോർ സച്ച് ബിവറേജസ്, ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന മദ്യം അതിന് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്തി ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി നൽകണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഒരു തലത്തിലുള്ള മദ്യം ഇവിടെ വരുമ്പോൾ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കാൻ അമേരിക്കയിലിരിക്കുന്നവർക്കും കേരളത്തിലിരിക്കുന്നവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പുതിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലോട്ട് കടക്കാൻ ഈ അവസരം നമ്മളെ പ്രാപ്തരാക്കേണ്ടതാണ്. ഇതാരും നമ്മളോട് നിങ്ങളിത് ചെയ്, ഞങ്ങളിത് എടുത്തുകൊള്ളാം എന്ന് പറയില്ല. ഒരു മാർക്കറ്റിംഗ് ഫോഴ്സ് ഉണ്ടല്ലോ, സെയിൽസ് ഫോഴ്സ്. നമ്മളിങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഞങ്ങൾ സാധനം തരാം, ഇന്ന വിലയ്ക്ക് തരാം, ഇങ്ങനെ ഈ വ്യവസ്ഥകളിൽ തരാം എന്ന് പറയുന്ന തരത്തിൽ നമ്മളൊരു മാർക്കറ്റിംഗ് നെറ്റ്വർക്കിന് രൂപം കൊടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റിലോട്ട് ഇന്നലെ വരെ ഇല്ലാത്ത ഒരു സ്ഥാനം നമുക്ക് ലഭിക്കും. ഓൾസോ സിൻസ് 2019 പുതിയ അവരുടെ വേറൊരു ആവശ്യമാണ് അമേരിക്കയുടെ. Also since 2019, India has made it mandatory to have BIS, Bureau of Indian Standards, BIS certification for quality control in sectors such as chemicals, medical devices, batteries, electronics, food and textiles. ഈ രംഗത്തൊക്കെ BIS സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നതിൽ ഇളവ് നൽകണം. അമേരിക്കയിൽ ഒരു സർട്ടിഫിക്കേഷൻ നടത്തിയാൽ ആ സർട്ടിഫിക്കേഷൻ ഇന്ത്യയിലും ബാധകമാകണം എന്നുള്ളതാണ് ഈ ട്രേഡ് നെഗോസിയേഷന്റെ ഭാഗമായിട്ട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. The US wants products already certified by its authorities to be allowed for imports into India. അവിടെ ഒരിക്കൽ സർട്ടിഫിക്കേഷൻ നടത്തി എക്സ്പോർട്ട് ചെയ്താൽ നമ്മളത് ഇന്ത്യക്ക് തുല്യമായ ഒരു സ്റ്റാൻഡർഡൈസേഷനായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഫർദർ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലോട്ട് വരാൻ അനുവദിക്കണം എന്നുള്ളതാണ് അവരുടെ മറ്റൊരാവശ്യം. ഇതിൽ നിന്നെല്ലാം പുതിയ ഒരു സാധ്യത അമേരിക്കയിൽ നിന്ന് 18% വീര്യമുള്ള ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ സെറ്റ് ഓഫ് മദ്യം ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് കാശ്മീർ വരെ, കാശ്മീർ, ആസാം, പഞ്ചാബ് തുടങ്ങിയ വിപുലമായ ഒരു മാർക്കറ്റിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം നമ്മുടെ പോർട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു നെറ്റ്വർക്കിനെ കുറിച്ച് ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, രംഗത്ത് താല്പര്യമുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു പ്ലാൻ, പദ്ധതി ഇടണം. അതിന് സെയിലിംഗ് കമന്ററി സഹായിക്കണം, സെയിലിംഗ് കമന്ററി തിരിച്ച് സഹായിക്കാം. അമേരിക്കയിൽ ഇരിക്കുന്നവർ, ഇന്ത്യ മുഴുവൻ ഇരിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് ഒരു കാർട്ടൽ ഫോം ചെയ്ത് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന് രൂപം കൊടുക്കണം. അത്തരം ഒരു പരിപാടിയിൽ താല്പര്യമുള്ള ആളുകൾ അമേരിക്കയിൽ ഇരിക്കുന്നവരായാലും ഇന്ത്യയിൽ ഇരിക്കുന്നവരായാലും സെയിലിംഗ് കമന്ററിയെ ബന്ധപ്പെട്ട് നമുക്കൊരു പുതിയ നെറ്റ്വർക്കിംഗ് ആരംഭിക്കുവാനുള്ള സാഹചര്യം രൂപപ്പെടുത്താം.